ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 50, പേജ് നമ്പർ 615. സഞ്ജയ ഉവാച ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ. ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. പദാനുപദം. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു. വാസുദേവഃ കൃഷ്ണൻ. ഇതി ഇപ്രകാരം. അർജുനം അർജുനനോട്. ഉക്ത്വാ പറഞ്ഞിട്ട്. ഭൂയഃ വീണ്ടും. തഥാ അപ്രകാരമുള്ള. സ്വകം രൂപം സ്വന്തരൂപത്തെ. ദർശയാമാസ കാണിച്ചു. മഹാത്മാ മഹാത്മാവ്. പുനഃ പിന്നെയും. സൗമ്യവപുഃ സുന്ദരരൂപനായി. ഭൂത്വാ ഭവിച്ചിട്ട്. ഭീതാ ഭീതനായ. ഏനം ഇവനെ. ആശ്വാസയാമാസ ച പ്രചോദിപ്പിക്കുകയും ചെയ്തു. വിവർത്തനം. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. ഇങ്ങനെ അർജുനനോട് പറഞ്ഞിട്ട് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തൻ്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു. പിന്നീട് ഭീതനായിരുന്ന അർജുനന് ധൈര്യം വരുത്തുവാനായി ഇരു കൈകളോടുകൂടിയ തൻ്റെ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. ഭാവാർത്ഥം. കൃഷ്ണൻ ദേവകി വസുദേവന്മാരുടെ പുത്രനായി ആദ്യം അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ചതുർഭുജനായ നാരായണ രൂപത്തിലത്രേ. പിന്നെ മാതാപിതാക്കളുടെ അപേക്ഷയനുസരിച്ച് ഒരു സാധാരണ മനുഷ്യ ശിശുവിൻ്റെ രൂപം കൈക്കൊണ്ടു. അർജുനനും തന്നെ ചതുർഭുജാകൃതിയിൽ കാണുന്നതിലല്ല സവിശേഷ താത്പര്യമെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. എങ്കിലും അപേക്ഷിച്ച നിലയ്ക്ക് അതും കാട്ടിക്കൊടുത്ത് പഴയ സുഹൃത്തെന്ന നിലയിലുള്ള ദ്വിഭുജാകൃതി തന്നെ സ്വീകരിക്കുകയാണുണ്ടായത്. സൗമ്യവപുഃ എന്ന പദം വളരെ അർത്ഥവത്താണ്. ഏറ്റവും സുന്ദരമായ ശരീരമത്രേ സൗമ്യവപുസ്. കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവരും കൃഷ്ണൻ്റെ ശരീര സൗകുമാര്യത്തിൽ ആകൃഷ്ടരായി. ലോകനിയന്താവായ അദ്ദേഹം ഭക്തനായ അർജുനൻ്റെ ഭയം ശമിപ്പിച്ച് വീണ്ടും തൻ്റെ
അത്യന്ത സുന്ദരമായ കൃഷ്ണരൂപം കാട്ടിക്കൊടുത്തു. പ്രേമാഞ്ജനചുരിത ഭക്തി വിലോചനേന എന്ന് ബ്രഹ്മസംഹിത 5:38 പാടുന്നു. പ്രേമത്തിൻ്റെ അഞ്ജനമെഴുതിയ കണ്ണുകൾക്ക് മാത്രമേ സുന്ദരമായ ശ്രീകൃഷ്ണ രൂപം കാണാൻ കഴിയൂ. ഹരേ കൃഷ്ണ.